ഹലോ ഗായ്സ്, എൻ്റെ പേര് തങ്കു. അപ്പോൾ നമ്മുടെ സർവൈവൽ സീരീസ് എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ അയൺ ഹാർമറും പിന്നെ നമ്മുടെ വീടിൻ്റെ പണിയെല്ലാം തീർക്കണം. ചെറിയ പണിയുണ്ട്, ഗ്ലാസ്സൊക്കെ ഒന്ന് വെക്കണം, പിന്നെ ലൈറ്റിങ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നൈറ്റായി ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് അയൺ ഒന്ന് ഒപ്പിക്കാൻ നോക്കാം. ഇവിടെ ഒരു പ്രഷർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ട് പ്രഷർ പ്ലേറ്റ് വെച്ചു. ഇവിടെ ഒരു പ്രഷർ പ്ലേറ്റ് വെച്ച് താഴെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ 4 അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. റോ അയൺ ഞാനൊന്ന് സ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതാക്കാം, ഇങ്കറ്റാക്കാം. എന്നിട്ട് അതുകൊണ്ടൊരു ഷീൽഡും ക്രാഫ്റ്റ് ചെയ്യാം. ഇതാണെങ്കിൽ കുറച്ചുകൂടി സേഫ്റ്റിയാണ്. ഫർണസും ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ഫർണസ് ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് സ്ഥലം മാറ്റണം. അതിനകത്തിരിക്കട്ടെ. ഞാൻ കോൾ എൻ്റെ അടുത്തില്ല, അവിടെ കുറച്ച് കോളുണ്ട്. ഞാനതൊന്ന് മൈൻഡ് ചെയ്തെടുക്കട്ടെ. ഇതവിടെ കുറച്ച് കോൾ ഇരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ചുണ്ട്. ഞാൻ കുറച്ചുകൂടി ഒന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കേണ്ടി വരിക. അവിടെ കോളുണ്ടോ? ഇവിടെ 4 കോൾ കിട്ടി. ഇവിടെ എവിടെയെങ്കിലും അതവിടെ കുറച്ച് കോളുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൂടി ഒന്ന് എടുക്കണം. ഈ കോള് ആദ്യം തന്നെ കിട്ടുന്നത് എന്തായാലും നന്നായി. ഇവിടെ ടോർച്ചൊക്കെ വെച്ച് ലൈറ്റിങ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ കോള് മുഴുവനും എടുത്തിട്ട് നിങ്ങളെ അറിയിക്കാം. നമുക്ക് 23 കോള് ഞാൻ അവിടെ നിന്ന് മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫർണസിൽ വെച്ചിട്ട് ഓക്കെ. ഇവിടെ നമുക്കൊരു ബ്രിഡ്ജ് സെറ്റ് ചെയ്യണം. ഫർണസിൽ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ അയണും കൊണ്ട് നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം. ഒരു ഷീൽഡ് അയൺ ഇരിക്കട്ടെ. ഫുഡ് തികയുമെന്ന് അറിയില്ല. ഡോഗിനെ പ്ലാങ്ക് ആക്കണം. 4 പ്ലാങ്കുമായി പിന്നെ ഷീൽഡും ക്രാഫ്റ്റ് ചെയ്യും. ഷീൽഡ് നമുക്ക് ഓഫ് ഹാൻഡിൽ പിടിക്കാം. ഷീൽഡ് ഓഫ് ഹാൻഡിൽ ഇരിക്കട്ടെ. അതാണെങ്കിൽ ഇനിയിപ്പോൾ ക്രീപ്പറൊക്കെ വരികയാണെങ്കിൽ ഒന്നും കൂടി സേഫ്റ്റി ആവും. ഈ അയണം കൊണ്ട് നമുക്കൊരു സോഡ് ഉണ്ടാക്കാം. ഒരു സോഡും ക്രാഫ്റ്റ് ചെയ്യാം. സോഡ് എൻ്റെ ഇനി ടോർച്ച് ഉണ്ടോ? ടോർച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ അയൺ അതിനകത്ത് വെച്ചിട്ട് കുറച്ച് ടോർച്ചും ക്രാഫ്റ്റ് ചെയ്തിട്ട് ഈ കോളെടുത്ത് കുറച്ച് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം. ഞാൻ ഒരു സ്റ്റാക്ക് ടോർച്ച് ഇവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനില്ലേ അവിടെ ലാവ ഒഴുകിയിരുന്നുണ്ടായിരുന്നില്ലേ, അവിടെ പോയപ്പോൾ ഒരു കുഴി കണ്ടു. ഇത് കേവാന്ന് ആദ്യം വിചാരിച്ചു, പക്ഷെ കേവല്ല. ആ കുഴീൻ്റെ അടുത്ത് ഇനി ആ കുഴിയിൽ കൂടെ വല്ലതിൽ പോയി കഴിഞ്ഞാൽ വലിയ കേവിക്ക് എത്തുമെന്ന് അറിയില്ല. ഞാൻ ആ കുഴിയിലേക്കൊന്ന് പോയി നോക്കാം. കുഴിയല്ല, ഹോള്. ഇപ്പോൾ ഞാൻ ആ ഹോളിൽ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ലൈറ്റിങ് ചെയ്തിട്ട് പോയി നോക്കാം. ഇവിടെ ഒരു ക്രീപ്പറിനെ കണ്ടു. അതെ, ക്രീപ്പറുണ്ട്. ഇതിനാണ് ഞാൻ ആദ്യം തന്നെ ഷീൽഡ് എടുത്തത്. ഇതാണെങ്കിൽ ഇപ്പോൾ പൊട്ടിത്തെറിച്ചാൽ ഡാമേജ് കിട്ടില്ല. നമുക്കിവിടെ ഒരു ടോർച്ച് കിട്ടും, കുറച്ച് ബ്ലോക്കും കിട്ടും. നമുക്കിവിടെ നിന്ന് ലൈറ്റിങ് ചെയ്യാം. ഈ കേവ് പോളിത്തുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വലിയ വില കേവിലേക്കാണ് എത്തുന്നത്. അത് അവിടെ കുറച്ച് അയലുണ്ട്, അതെടുക്കണം. നമുക്ക് ആയൊന്നും എടുക്കട്ടെ. ഇരുട്ടാവാനായതുകൊണ്ട് ഞാൻ ടോർച്ച് താഴത്തെ ഇൻവെൻറ്ററിക്കകത്ത് വയ്ക്കാം. അവിടെ കുറച്ച് അയലുണ്ട്. നമുക്ക് ഈ അയൺ എടുക്കാം. ഈ ക്യാക്സ് എടുത്ത് അയൺ എടുക്കാം. ബ്ലോക്ക് വെച്ച് ഇവിടെ കുറച്ച് അയണേ ഉള്ളൂ. നമുക്കിനി അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് അയണൊന്ന് നോക്കട്ടെ. നൈറ്റ് ആവാനായി. നമുക്ക് 3 എന്തായാലും ഇവിടെ ഒരു പെരിക്കൂടെ നിൽക്കുന്നു. നമുക്കൊന്ന് ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. സമയമില്ല,
കുറച്ചുകൂടി കഴിയാൻ തുടങ്ങി. ഇപ്പോഴും പറ്റില്ല. എനിക്ക് ഒന്ന് ഉറങ്ങണം. ഇതിലിപ്പോൾ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയിലാവും സോംബീസ് വരും. നമ്മളൊന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇനി ഫുൾ അയണൊന്ന് കളക്ട് ചെയ്യും. അതവിടെ സോംബി വരുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കും. അത് അവിടെയും അവിടെ കുറേ അയൺ കിട്ടുന്നുണ്ട്. പക്ഷേ അവിടേക്ക് എത്താൻ റിസ്ക്കാണ്. ഇനി ഈ അയൺ എടുത്തോട്ടെ. ഈ അയൺ നോക്കാം. ഇവിടെ കുറച്ച് അയണുണ്ട്. ഇത്രയേ ഉള്ളൂ. അതവിടെ ഉണ്ട്. നമുക്ക് 10 അയൺ കിട്ടിയിട്ടുണ്ട് അവിടുത്തെ കൂടെയും കളക്ട് ചെയ്തപ്പോൾ. ഞാൻ ഈ കോളൊന്നും എടുക്കാറുണ്ട്. നമുക്കിനി കോൾ ആവശ്യം വരും. ഈ കോള് മുടി എടുക്കാം. ഇവിടെ അടുത്ത് കേവ് ഒന്നുണ്ട്. നമുക്ക് ഈ കോള് മുഴുവൻ കളക്ട് ചെയ്യാം. ഇത് കേവാൻ തോന്നുന്നു കേട്ടോ. അതെ കേവ് തന്നെ. അപ്പോൾ നമുക്ക് കേവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഇറങ്ങിയിട്ട് വേണം നമുക്ക്. അത് അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. അതിനകത്ത് ഇറങ്ങിയിട്ട് ബാക്കി അയൺ കിട്ടുമോ നോക്കാം. സ്കെൽട്ടന് സോംബി ഒക്കെ ഉണ്ടാവും. സ്കെൽട്ടന് സോംബി ക്രീപ്പർ എല്ലാം ഉണ്ടല്ലോ. എന്താ ക്രീപ്പർ ഒന്നും. 2 സ്കെൽട്ടൻ ഒരുമിച്ച് എങ്ങനെയും കൊല്ലാൻ പറ്റുമോ നോക്കട്ടെ. 3 സ്കെൽട്ടനോ. മിക്കവാറും നമ്മുടെ ഫസ്റ്റത്തെ ഡെത്ത് ഇപ്പം തന്നെ കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റത്തെ ഡെത്ത് അപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ഞാൻ ആ സ്ഥലത്തേക്ക് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ചോദിച്ചാൽ ഇതൊക്കെ ഡീസ്പോൺ ആയിട്ടുണ്ടാവും. ഡീസ്പോൺ ആവേണ്ട എല്ലാം കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. അയണ് പോകാണ്ടിരുന്നു. ബാക്കിയൊക്കെ എങ്ങനെയാലും കൊപ്പിക്കും. നമ്മുടെ അയണ് പോയിട്ടില്ല. ഷീൽഡും ഉണ്ട്. ഷീൽഡ് ഞാൻ ഇതൊന്ന് സോർട്ട് ചെയ്യാം. ടോർച്ച് എടുത്തിട്ട് സോഡ് എടുത്തിട്ട് ബെഡ് എടുത്തിട്ട് ഈ സോഡ് കൂടി എടുത്തിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഈ ബെഡ് ഇവിടെ വെച്ചിട്ട് റീസ്പോണ് സെറ്റ് ചെയ്തിട്ട് ബാക്കി നോക്കാം. ഇനി ആ കേവിക്ക് ഇറങ്ങുന്നത് ഇത്തിരി റിസ്ക്കാണ്. ഞാൻ നോക്കി നോക്കട്ടെ എങ്ങനെയും ഇറങ്ങാൻ പറ്റുന്നു. 18 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. അവിടെ ക്രീപ്പർ വരുന്നു. സ്കെൽട്ടനൊക്കെ ഉണ്ട്. ഞാനിനി ഫുൾ അയൺ ഹാർമർ ആവേണ്ട കേവിക്ക് ഇറങ്ങുന്നില്ല. അവിടെ കുറച്ച് ഇരിക്കുന്ന അയൺ മൊത്തം എടുത്തിട്ട് നമുക്ക് ആ കേവിക്ക് ഇറങ്ങിയിട്ട് റിവെഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ അവരെന്നെ വീണ്ടും കൊല്ലും. അയണ് മൊത്തം നമുക്ക് എടുക്കാം. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ആ കേവിലോട്ട് ഇറങ്ങാം. ഇതിനകത്ത് ഇത്തിരി റിസ്ക്കാണ്, എന്നാലും നമ്മളെടുക്കും. നമുക്ക് ഫുള്ള് അയൺ ഹാർമറും ടൂൾസും ആയിക്കഴിഞ്ഞാൽ പിന്നെ കേവിക്ക് ഇറങ്ങാം. അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് ഫുള്ളും എടുക്കാം. ഞാൻ പില്ലർ ഇതൊന്ന് മേലേക്ക് പോയിട്ട് നോക്കി നോക്കാം. ഒന്നും കൂടി പില്ലർ ചെയ്യും. ഈ വഴി അവിടെ ഞാൻ എടുക്കുന്നു. നമുക്ക് ഒന്നുകൂടി പില്ലർ ചെയ്യാം. ഞാൻ അയൺ മൊത്തം കളക്ട് ചെയ്തിട്ട് 40 അയൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരുവിധം ടൂൾസും ഹാർമറൊക്കെ ആവാനുള്ള അയൺ ഇപ്പം തന്നെ സെറ്റായി. നമ്മുടെ അയൺ കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ ഒരു സോംബിനെ കൊല്ലാം. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് നടന്നു വന്ന് നേരെയായിട്ടുണ്ട്. ഹലോ, നമുക്ക് ഇവനെ കൊല്ലാം. ഇപ്പോൾ എൻ്റെ അയണ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഒരു സോംബിനെയും കൊന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടെത്തി.
നമുക്ക് ഇവിടെ ഒരു വൈകാതെ ഒരു പാലം സെറ്റ് ചെയ്യണം. പാലമല്ല, ബ്രിഡ്ജ്. ഇവിടെ നമ്മുടെ പട്ടിക്കുട്ടി ഇരിക്കുന്നുണ്ട്. ഇതിനൊരു പേരിടണം. ഇത് നമ്മൾക്ക് കുറേ 40 അയൺ കിട്ടിയിട്ടുണ്ട്. ഇവന് എന്ത് പേരിടും? നമുക്ക് പേരൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. 45 കോളും കിട്ടി. ഇത് മൊത്തം സ്മിൽറ്റ് ആവട്ടെ. ഇതവിടെ കിടന്ന് സ്മിൽറ്റ് ആവട്ടെ. ഇപ്പോൾ നമുക്കത് 40 അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ 40 അയൺ കൊണ്ട് ഫുള്ള് ആർമറും ടൂൾസും ആവണം. ഹെൽമെറ്റായി, ചെസ്റ്റ് പ്ലേറ്റായി, ലെഗിൻസായി, ഒരു ബൂട്ട്സുമായി. നമുക്കിനി ടൂൾസ് കുറച്ച് സ്റ്റിക്കും ക്രാഫ്റ്റ് ചെയ്തിട്ട് ടൂൾസ് ഫുള്ളുണ്ടാവും. ഇങ്ങനൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് കിടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ടൂൾസ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം. നമ്മുടെ അയൺ സോഡ് നമുക്ക് നേരത്തെ ഉണ്ട്. അതുകൊണ്ട് ഒരു പിക്കാക്സും ആക്സും പിന്നെ ഒരു ഷെയറും ക്രാഫ്റ്റ് ചെയ്യാം. ഷെയർ ഇരിക്കട്ടെ, വല്ല ആവശ്യമില്ല. നമ്മുടെ ഫുള്ള് അയൺ ഹാർമർ ആയിട്ടുണ്ട്. നമുക്കിതൊന്നും ഇട്ടാം. ഹെൽമെറ്റായി, ചെസ്റ്റ് പ്ലേറ്റായി, ലെഗിൻസുമായി, ബൂട്ട്സുമായി. അപ്പോൾ ഞാനിവിടെ ഫുള്ള് അയൺ ഹാർമറും ടൂൾസും ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ പണിയൊന്ന് ഫുള്ളും ചെയ്യണം. അപ്പോൾ നമ്മുടെ അയൺ ഹാർമറിൻ്റെ ഗോള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ പണിയില്ല. നമ്മുടെ വീടിൻ്റെ പണിക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. സാൻഡ് ഞാൻ ഒരു കുറച്ച് സ്മിൽറ്റ് ചെയ്തിട്ട് അതിന് ഗ്ലാസ് ആക്കാം. എന്നിട്ട് ഗ്ലാസ് പെയിൻ ആക്കിയിട്ട് ഒന്ന് വെക്കണം. ഞാനിതൊന്ന് സ്മിൽറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഇതിന് നമുക്ക് ഗ്ലാസ് പെയിൻ ആക്കാം. ഈ സാൻഡ് കൊണ്ട് നമുക്കിനി ബാക്കി 9 അയൺ വന്നിട്ടുണ്ട്. സാൻഡ് മൊത്തം ഇരിക്കട്ടെ. അപ്പോൾ ഞാനിത് ഫുള്ള് പണി കഴിഞ്ഞിട്ട് ഗ്ലാസ്സൊക്കെ വെച്ച് വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരുവിധം പണിയൊക്കെ തീർക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്ലാസ് എല്ലായിടത്തും വെച്ചു. പിന്നെ ലാൻഡേൺ അവിടെ ഇവിടെയൊക്കെ തൂക്കിയിട്ട് ഇവിടെ മതിൽ വെച്ചിട്ട് അവിടെ ലാൻഡേൺ തൂക്കിയിട്ടു. ഇനി വല്ല എന്തെങ്കിലും കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഇതെവിടെ ഒരു ലാൻഡേൺ വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇരുന്നിട്ട് ഒരു ബ്രിഡ്ജ് കെട്ടണം. നമുക്ക് കയറുമ്പോൾ ഇത്തിരി ഇതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.